ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിട്ട് പള്ളിയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ വൺ ഡേ ട്രിപ്പാണ്. കന്യാകുമാരി ബേസ് ചെയ്താണ് പോകാനായിട്ട് പോകുന്നത്. ഇപ്പം സമയം 6:20 ആയിട്ടുണ്ട്. 6:30 ആകുമ്പോൾ ഇവിടെ തിരിക്കും. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി വരുന്നത്. അപ്പോൾ നൈസായിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതി, പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിരിക്കും. എത്ര പാർട്ടായിട്ട് ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് ഇരുന്നത്. അതോടൊപ്പം തന്നെ ഷോർട്സും വരണം. അപ്പോൾ നമ്മുടെ പുതിയ മൊബൈലിലാണ് ഗൈസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലായിരിക്കും എല്ലാം വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി 6:00-ക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതുവരെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ചോറ് കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. പിന്നെ വെള്ളം, പിന്നെ നമ്മുടെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. എന്നിട്ട് പള്ളിയിൽ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയൊന്നും വന്നില്ല. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് പള്ളി വരുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വില്ലേജ് ഓഫീസ് പറഞ്ഞു കേട്ടോ, ആ സൈഡിലായിട്ട്. അപ്പോൾ അതിന് ഉദ്ഘാടനം നാളെയാണ്. അതിൻ്റെ ലൈറ്റ് പരിപാടിയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഈ സ്റ്റേജ് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്കിനി പള്ളി പോയിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പള്ളി എത്തിയിട്ടുണ്ട്. നമ്മുടെ പല വ്ളോഗിലും കണ്ടിട്ടുള്ളത് തന്നെയാണിത്. പിന്നെ കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ട്രിപ്പറെ പ്രത്യേകിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾക്ക് ഇവിടെ കുറച്ചുകൂടെ വിശ്വസിക്കണം ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കാൻ ഇത് വണ്ടിയിലാണ് വന്നത്. ഞാൻ ഫ്രണ്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ കാപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ജിസിൽ കൊണ്ടുവന്നോ ഫുഡ്? ആ, എങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന്? അതെ, വാങ്ങിച്ചു തരൂ ഗൈസ്. വണ്ടിക്കകത്ത് തളർന്ന് ഡാൻസ് കേട്ടു. ഏർപ്പല്ല കേട്ടോ, വെള്ളമാണ്. ടിഫിൻ സാപ്പട വാങ്ങോ ജെറിൻ ബ്രോ, എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല. എന്നാലും എന്തായാലും പറയാം ഗൈസ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്തുള്ള കുറച്ച് കാണിച്ച് തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ കുറേ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം. കണ്ടില്ലേ, ഇതവിടെ വേർത്തൊക്കെ കുളിച്ച് നിൽക്കുകയാണ്. ഫുഡ് ഉണ്ടോന്നല്ല, എടുത്ത് കഴിടാ. നീ കഴിക്കണില്ലേ? ഞാൻ കഴിച്ചിട്ട് ഗൈസ്. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞാൽ കുറേ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച് കഴിക്കാൻ കിട്ടും. പിന്നെ അതവിടെ കൂടെ ആണ് താഴോട്ട് പോകണം. എൻ്റെ പൈസ ഒന്നുമില്ല, നീ എടുത്താൽ എല്ലാം നീ എടുത്താൽ ഞാൻ GPay ചെയ്ത് തരാം. ഓക്കെ, അത് തന്നെ. പിന്നെ അതവിടെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തൂടെ നമുക്ക് കയറി പോവാം. ഇവിടെ എല്ലാവരും കയറിയൊക്കെ നിൽക്കുകയാണ്. വാങ്ങണില്ല ഒന്നും. ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ കൂടെ അങ്ങ് പോയി നോക്കാം ഗൈസ്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ വേറെ എന്തോ ഒരു സംഭവം ഇരിക്കുകയാണ്. തമിഴിൽ വായിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. കാണിച്ചു തരാവേ. അറിഞ്ഞൂടെ എന്താണെന്ന് അറിഞ്ഞൂടെ. ചിലപ്പോൾ എൻട്രൻസ് ആയിപ്പോകാനാണ് ചാൻസ്. നമ്മളിത് ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോകണേ. ബോട്ടിങ്ങിനാ പോണേ. അവിടെ കൂടെ നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ കണ്ടില്ല, ഇവിടെ ടിക്കറ്റ് എടുക്കുകയാണ്. നമുക്ക് 3 പേർക്ക് കയറത്തൊക്കെ പെടുന്നു. 2 പേർക്ക് അതെങ്ങനെ ഗൈസ്? അപ്പോൾ ഇതാണ് നീ എടുത്ത ഞാൻ നിൽക്കാം ഗൈസ്. ഇതാണ് അതിൻ്റെ ടിക്കറ്റ്. ഏത് പെഡൽ ബോട്ടല്ലേ എടുക്കണുള്ളൂ, മറ്റേത് എടുക്കണില്ല ഗൈസ്. അപ്പോൾ ഇതവിടെ കുഴിയല്ല, ചാനൽ തിരിച്ച് മറ്റടുത്ത് കയറാൻ പറ്റൂ. വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് വെള്ളം അങ്ങ് താഴോട്ടും. നീ പോയിട്ടില്ലേ? ഇവിടുന്ന് കാണാൻ പറ്റും ഗൈസ്. എന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നപ്പം നമുക്ക് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റി. ഇനി നമുക്ക് ഇവിടെ കൂടെ ആണോ എന്ന് അറിഞ്ഞൂടാ. മിക്കവാറും അവിടെ കൂടെ ആയിരിക്കും. പിന്നെ തമിഴിൽ എന്തൊക്കെ ബോർഡുണ്ട് ഗൈസ്. അപ്പോൾ ഒന്നും അറിഞ്ഞൂടാ, തമിഴ് ബൈക്ക് അറിയില്ല. പിന്നെ ഇവിടെ വേറെ എന്തോ ക്ഷേത്ര പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനി നോക്കട്ടെ ഞാൻ എവിടെയാണ് അടുത്ത പരിപാടി എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബോട്ടിങ്ങിന് കയറാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ 3-4 വട്ടം
ഈ തൃപ്പരപ്പ് അല്ലാതെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇനി നോക്കാം. ഗൈസ് നമ്മളിത് അവിടെ പാലം വഴി കയറി പോവുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം ഉണ്ടല്ലേ, അത് ഇവിടുന്ന് കാണാൻ പറ്റിയേ. വെള്ളം ഫുള്ള് ചെളി കണ്ടില്ലേ, എൻ്റെ മോൻ സീന് അടിപൊളിയല്ലേ. പിന്നെ അതവിടെ നമ്മൾ നേരത്തെ കണ്ടത് അവിടെ വെച്ച് കണ്ട വെള്ളച്ചാട്ടം സൂപ്പർ. പിന്നെ ഇത് അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഇത് അവിടെ ഉണ്ട്. അല്ല, ഞാനും ജോഷിയും ചേട്ടനും മാത്രമാണ് വന്നേക്കുന്നത്. ബാക്കി എല്ലാവരും അതിൻ്റെ താഴെ ഇവിടെ കൂടെ വെള്ളം പോയി അവിടെ കൂടെയാണ് വീണത്, അവിടെ ഉണ്ടാവും. ഗൈസ് അപ്പോൾ അവിടെ ചിലവരൊക്കെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുളിസീൻ അത് തന്നെ. ഇതേപോലെ വെള്ളച്ചാട്ടം താഴെ കുറവായിരിക്കും. ഇത് ഇവിടെ നിന്ന് അങ്ങ് താഴോട്ടാണ് പോകുന്നത്. അവിടെ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. വെള്ളം ഒഴുക്ക് കുറവാണ്. താഴെ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇപ്പം ആദ്യം പോയി ബോട്ടിങ് സെറ്റ് ചെയ്യട്ടെ. ഗൈസ് അപ്പോൾ നമ്മളിത് അവിടെ കൂടെ ഒക്കെ കയറി പോവാണ്. ഏത് സ്ഥലം എനിക്ക് അറിഞ്ഞൂടെ. അമ്മേ കണ്ടില്ലേ, ഇവിടെ എവിടെയാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഈ പെഡൽ ബോട്ടിങ് എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാം. മിക്കവാറും ഇങ്ങോട്ടാണോ എന്തോ, അതിവിടെ തന്നെ താഴെ എന്തോ. എന്നാലും നോക്കാം. ഗൈസ് അപ്പോൾ നമ്മളിത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമ്മളിത് അവിടെ ഡ്രസ്സൊക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. അതവിടെ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ അവിടെ കയറ് കെട്ടിയിരിക്കുന്ന കാണാൻ പറ്റുമല്ലോ, അതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിതാ പോകുന്നു. 3 പേര് ടിക്കറ്റ് എടുത്ത് ഇതാ പോകുന്നു. ഡേ എങ്ങോട്ട് കൺട്രോൾ ചെയ്യണം അങ്ങനെ? ഇവിടെ ഉണ്ടല്ലേ കൺട്രോൾ. ഗൈസ് സെറ്റല്ലേ? ലൈസൻസ് ഇതെന്തിനാടേ? ഗൈസ് നമ്മളിത് അവിടെ നിന്ന് ചവിട്ടിയാണ്. ഇവിടെയാണ് ഇതിന്റെ, ഇതാണ് കൺട്രോളർ. എടാ എടേ വെള്ളത്തിൽ മുക്കിയിടല്ലേ. സംഭവം കൊള്ളാം കേട്ടാ. കാല് കിഴക്കിന് ഇപ്പം തന്നെ അടിപൊളി ബ്യൂട്ടി ഗൈസ്. ഗൈസ് ഇത് വൈഡായിട്ട് എടുത്ത വീഡിയോ ആണ്. സംഭവം സെറ്റല്ലേ? റെഡി കറങ്ങില്ല. എടേ വെള്ളത്തിൽ മുക്കിയിടല്ലേ. സംഭവം കൊള്ളാം കേട്ടാ. എടീ കറക്കടാ. കൊള്ളാം ഗൈസ് കൊള്ളാം. എന്താ ബ്യൂട്ടി. അതിന്റെ ഇടയിൽ കൂടെ പോവാം. എടാ അതിന്റെ ഇടയിൽ പോവാം. എന്താ അവിടെ മരം. ഇത് ഒരിടത്ത് നിന്നാ കുഴപ്പമില്ലല്ലോ, മുങ്ങിപ്പോയൊന്നുമില്ലല്ലേ. ഞാൻ വെയിറ്റ് ഇല്ല. ഗൈസ് അമ്മ നമ്മളിതാ അതിന്റെ ഇടയിൽ കൂടെ പോവാണ് ഗൈസ്. എന്തേ അയ്യോ കയ്യേ കാലേ കഴക്കണ് പുല്ല്. എനിക്ക് മാറാൻ പറ്റില്ല. കറക്കടാ ഗൈസ്. അപ്പോൾ നമ്മളിത് അവിടെ എത്തി. ഇത് എന്തിനു വരാൻ തേരി കൊള്ളാല്ലേ സെറ്റ്. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തു തരാം. അതൊക്കെ ഇൻസ്റ്റയിൽ പറ്റുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം. മണ്ണിടിച്ചിലൊന്നുമില്ല, ഫുള്ള് വേര് കണ്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. കല്ല് എന്തോ മടല്. ആ കുഴപ്പമില്ല. അങ്ങോട്ട് വാ, ഇവിടെ കുരുത്തിരിക്കും. കൺട്രോൾ ചെയ്യും. അത് തന്നെ ഗൈസ്. പ്രകൃതിയിലെ എന്ത് ബ്യൂട്ടി നോക്ക് ഗൈസ്. എങ്ങനെയുണ്ട് എവിടെ? ഒറ്റയ്ക്കാണിത് ഇവിടെ കിടന്ന് 2 കാലിൽ ചവിട്ടുന്നത്. ആർക്കുണ്ട് ഈ കഴിവ്? ഞാൻ ഇടയ്ക്ക് ഇറങ്ങണം. അതാ ചെരുപ്പൊക്കെ ഊരിയിട്ട് ആഞ്ഞു കിടക്കിറങ്ങി. പിന്നെ അല്ല എടാ അങ്ങോട്ട് അടക്കാതെ തണലത്ത് കൊണ്ടുപോ. ഇവിടെ വറതി വെയിൽ. ഗൈസ് വെള്ളവും സെറ്റ് സെറ്റ്. അത് തന്നെ ഒറ്റയ്ക്ക് കഴിവേറിയത് വണ്ടി ഓട്ടിങ്. ഗൈസ് നല്ല വെയിൽ ഗൈസ്. എല്ലാം തലയിലൊന്നടിക്കും. കറങ്ങണോ? തണലത്തൂടെ പോടാ. അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഗൈസ് അപ്പോൾ
അവിടെ ഒരു ഫാമിലി വെള്ളത്തിൽ ആമ്പല് ഇപ്പോഴത്തോണ്ട് പോണ അത് വീണ്ടും തിളിർത്ത് വരുമായിരിക്കും. കറക്കടാ എവിടെ കറങ്ങും. അയ്യോ നമ്മളതാ ഇവിടെ കുരുക്കി വെച്ച് റിവേഴ്സ് സെറ്റ് ഇനി കറക്ക്. ഫ്രണ്ട് കറക്കടി. നമ്മള് ബാക്ക് എക്സ്പീരിയൻസ് ഉള്ളതല്ല. ഒരിക്കലാണ് വേണം ഫ്രണ്ട് കറക്കം കിട്ടും. ഞാനേ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആമ്പല് പിടിച്ചിരിക്കും. അല്ലല്ല ഇത് ഒറ്റ ഇതേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് ഇനി അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഗൈസ് അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ കയറുന്നത്. സൂപ്പർ. ഇനി താഴെ അറിയാം പാറയിലെ കൂടെയൊക്കെ വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അവിടെ കൂടെ ആയിരുന്നു വന്നായിരുന്നേ. അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം സെറ്റ് വൈബ് സ്ഥലമില്ലേ. നമുക്കിനി അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ കേട്ടോ സ്പോട്ടുണ്ട്. അതാണ് ചറക്കലുണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് അല്ലേ. അഴിക്ക ചെരുപ്പാണ് ഗൈസ്, അതുകൊണ്ടായിരുന്നു പറഞ്ഞത്. പിന്നെ അവിടെ നമുക്ക് നടന്നോട്ട് പോവാം. എല്ലാവരും എന്താ ചാടി കുതിച്ചൊക്കെ പോകും. നമ്മളവിടെ വന്നവരെല്ലാവരും അങ്ങ് നിൽക്കുകയാണ്. അപ്പുറത്ത് കാപ്പി കുടിക്കാനായിട്ടൊക്കെ പോയിരിക്കും. നമ്മൾ രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങി. ഇവിടെ കൂടെ കയറാം. വിടൂ എത്തി. സംഭവം ഇവിടെ ചറക്കലുണ്ട്. നമ്മളിപ്പോൾ അതൊക്കെ കറങ്ങിയൊക്കെയാണ് പോകുന്നത്. നമ്മളിതാ അവിടുത്തെ ഒരു ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ പോകുന്നത്. എന്തൊരു മണ്ഡപം അങ്ങനെ എന്തോ പറയാനായിട്ട്. പിന്നെ കഴിച്ചപ്പോൾ നമ്മളത് അവിടെ നിന്ന് തിരിച്ചത് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണ്. ഇനി നമ്മൾ നേരെ അങ്ങനെ താഴെ വെള്ളച്ചാട്ടം ഉള്ളിടത്ത് അങ്ങോട്ട് പോകണം. അവിടെ വെള്ളച്ചാട്ടം ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഇവിടെ കൂടെ ആയിരുന്നു വന്നേക്കുന്നത്. പിന്നെ ഇവിടെ എവിടെയെങ്കിലും പോയി നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് 30 രൂപ, 3 പേർക്ക് 30 രൂപയാണ്. നമ്മളിത് ഇങ്ങനെ താഴോട്ട് പോവുകയാണ്. വെള്ളച്ചാട്ടം അത്ര ഇല്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ അവിടെ വരുന്ന എല്ലാവരും അവിടേക്കാണ്. കണ്ടു നിന്നാടാ, കണ്ടു നിത്തീന്ന എന്നാ വഴി വാഴവഴി സീനാണ്. വാ വാ, ഇത് നിക്കറല്ല അതിൻ്റെ അതിരിക്കും. ഗൈസ് വെള്ളച്ചാട്ടം കുറവാണ് വേണ്ടല്ലേ, എല്ലാം കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ അവിടെ എല്ലാവരും കുളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അത്ര വലിയ വെള്ളച്ചാട്ടം പരിപാടിയൊന്നും ഇല്ലെങ്കിലും സംഭവം കൊള്ളാം. പിന്നെ അവിടെ പാർക്കുണ്ട്. അവിടെ ഇപ്പോൾ അങ്ങനെ കുട്ടികൾ കളിക്കേണ്ട സ്വിമ്മിങ് പൂളായിട്ട് അവിടെ ഉണ്ട്. കൊള്ളാം. ഗൈസ് നമ്മൾ പാർക്കിൻ്റെ അവിടെ വന്നപ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ വേറെ ലെവൽ കേട്ടോ. പാറ, അതോടൊപ്പം വെള്ളം ലെവൽ. ഇതിവിടെ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള. നമ്മളവിടെ വന്നവർ എല്ലാവരും ഇവിടെ എവിടെയെങ്കിലും കാണാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കാം. പിന്നെ അതാ ബാക്കിയുള്ളത് പോകും എല്ലാവരും. പിന്നെ അവിടെ അടിപൊളിയായിട്ടുള്ളത് വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ പറ്റും. അതിൽ വാട്ടർ ഫൗണ്ടെയിൻ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഗൈസ് ഇതിൻ്റെ ഓവർ വ്യൂ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് 10 രൂപയുള്ള കേട്ടോ ഒരാൾക്ക്. ഒന്നും കൊള്ളാം. നമ്മൾ നേരത്തെ ഇതിൻ്റെ മണ്ടയിലായിരുന്നു നിന്നത്. അവിടുത്തെ വെള്ളമാണെങ്കിൽ താഴോട്ട് വരണം. നമ്മൾ നേരത്തെ ബോട്ടിംഗ് ഒക്കെ ചെയ്തില്ലേ ആ വെള്ളം. എടാ വീട്ടിൽ പോടാ കൊച്ചു വെക്കാം. ഇറങ്ങി പോടാ. ഗൈസ് അപ്പോൾ നമ്മളിത് അവിടെ തൃപ്പരപ്പിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇനി അടുത്ത സ്പോട്ട് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അത് ഞാൻ അടുത്ത വ്ലോഗായിട്ട് ചെയ്യാം. നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിഞ്ഞോളൂ. ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. നോക്കാം. അടുത്ത് വരുന്നുണ്ട്. ഇനി ഇറങ്ങാൻ പോവുകയാണ്. ബാക്കി എല്ലാവരും ആ സ്പോട്ടിലോട്ട് വരും.